ഹായ് മച്ചാമരെ, നമ്മളിപ്പോൾ മൂവാറ്റുപുഴ കേട്ടോ. മൂവാറ്റുപുഴ ഗ്രാൻഡ് വർക്ക്ഷോപ്പിൽ എൻജിൻ മാത്രം പറയുന്ന വർക്ക്ഷോപ്പ് കേട്ടോ. ഹായ് സാറേ. ഹായ്, നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞേ? ബിനോയ്. എൻ്റെ പേര് വിജേഷ്. വിഷ്ണു. അച്ഛൻ്റെ നിയാസ്. ജയേഷ്. റിയാസ്. ഓക്കെ, ഇത്രയും പേരല്ലേ? ഇത്രയും പേരല്ലേ ഇനിയുള്ള ആൾക്കാർ? ആരേ നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ? നമ്മുടെ മൂവാറ്റുപുഴ നമ്മൾ പേഴക്കാപ്പള്ളിയാണ് വരുന്നത്. നമ്മുടെ പേരക്കേപ്പള്ളി അല്ലേ? വണ്ടിയുടെ എഞ്ചിൻ പണി ലേറ്റ് എഞ്ചിൻ വർക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. എല്ലാ വണ്ടിയും ഇവിടെ നോക്കിയപ്പോൾ പജീറോ ഉണ്ട്, അതുപോലെ വെൻഡോ അല്ലേ, ജെറ്റ, എല്ലാ വെറൈറ്റിയാ. ഇത് ബാക്കില് ദോസ്ത് എല്ലാം ഉണ്ടല്ലേ? അതായത് ബൈക്കും ഓട്ടോറിക്ഷ ഇല്ല, ബാക്കി എല്ലാം മണിയല്ലേ? എഞ്ചിനായിട്ടുള്ള ജനറേറ്റർ, ക്രെയിൻ എല്ലാം മണിയല്ലേ? ഈ കാണുന്നൊക്കെ എഞ്ചിനൊക്കെ ഇത് പണിയാൻ വേണ്ടി വെച്ചാണ്. എഞ്ചിൻ ബ്ലോക്കല്ലേ വന്നേക്കുന്നത്? ഫോർക്ക് ലിഫ്റ്റ് എഞ്ചിനാണിത്. ഇത് ഐഷറാണ് BS6. ഇത് കിയ. അത് കിറ്റാച്ചിയുടെ എഞ്ചിനാ, ഇസൂസു എഞ്ചിനാ. പുതിയ മോഡൽ എഞ്ചിനാ. ഇത് ഓയിലാണ്ട് ഓടി ക്രാങ്ക് പിടിച്ചൊരു എഞ്ചിനാ. അതെ. അതുപോലെ ഈ കാണുന്നു, അത് S4 എന്ന് പറയും. ആ എഞ്ചിൻ നമ്മുടെ ലോഡറിലൊക്കെ വരുന്ന എഞ്ചിനാ. ഏറ്റവും വലുതോ? അത് ലൈലാൻഡ്. ഇത് ലൈലാൻഡിന്റെ എഞ്ചിനാ. ലൈലാൻഡ് ലിൻസ് എന്ന് പറയും അതിന്റെ എഞ്ചിനാ. സ്കൂൾ ബസ് ആണ്. വെള്ളം ഓയിലാണ്ട് ഓടി ക്രാങ്ക് പിടിച്ചൊരു സീസായ എഞ്ചിനാണ്. ഇത് ലോഡർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം മുടക്ക് വരും. ഇത് നമുക്ക് ഹെഡും ബ്ലോക്ക് ആയിട്ട് വന്നേക്കണം. ഏകദേശം 50 രൂപ അടുത്തേക്ക് വരുന്ന ഒരു വർക്കാണ്. ക്രാങ്കില് നമുക്ക് ക്രാങ്കിന്റെ എക്സ്റ്റിമേഷൻ വേറെയാണ്. ക്രാങ്കിന്റെ എക്സ്റ്റിമേഷൻ 35 രൂപയോളം ക്രാങ്കിന് മാത്രം വരുന്നുണ്ട്. ഒന്നെങ്കിൽ അത് നമ്മൾ പുതിയതിലേക്ക് പോകും, അല്ലെങ്കിൽ പഴയതിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുള്ളൂ. കസ്റ്റമർ ചോയ്സ് ആയിട്ട് നമ്മൾ നിൽക്കുന്നതാണ്. ഇതൊക്കെ ഓരോ എഞ്ചിനും. ഇത് XUV 500, മഹേന്ദ്രയുടെ XUV 500 ആണ് ഈ എഞ്ചിൻ. അതെ. ഇത് ദോസ്താണ്, സ്വിഫ്റ്റ് ആണ്. ഇത് കിയ സെൽട്രോസ് ആണ്, പുതിയ മോഡൽ എഞ്ചിനാണ്. അപ്പോൾ ഇവിടെ കുറേ വണ്ടിയുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അതിന് 1-2 കാര്യം. നമ്മളിവിടെ ഒരു വണ്ടി കൊണ്ടുവന്നു. അതെ, വണ്ടി കൊണ്ടുവരും ചെയ്യാം, എഞ്ചിൻ കൊണ്ടുവരും ചെയ്യാം അല്ലേ? തീർച്ചയായും. എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഒരു വണ്ടി നമ്മളിവിടെ കൊണ്ടുവന്നു. അതെ. ഫസ്റ്റ് നമ്മൾ ഏതൊരു വണ്ടി എഞ്ചിനാണെങ്കിലും, ഈ എഞ്ചിനാണെങ്കിൽ ഇത് ഇപ്പോൾ ഓവർ ഹീറ്റ് ആയിട്ട് വന്ന എഞ്ചിനാണ്. ഇത് നമ്മൾ വണ്ടി ഓടി വന്ന വണ്ടിയാണ്, ഓവർ ഹീറ്റ് ആണെന്നുള്ളൂ. ഈ എഞ്ചിൻ നമ്മൾ ഫുൾ എഞ്ചിൻ താഴെ ഇറക്കി വെച്ച എഞ്ചിനാണ്. അത് ഇതേപോലെ തന്നെ പീസാക്കിയിട്ട് നമ്മുടെ മെഷീൻ ഷോപ്പിലേക്ക് കൊണ്ടുപോകും. അതെ, മെഷീൻ ഷോപ്പിലേക്ക് കാണിച്ചു തരാം. ഇത് മെഷീൻ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഓരോ എഞ്ചിന് ഓരോ സെക്ഷനിലേക്ക് പോകും. ഹെഡ്, ബ്ലോക്ക്, ക്രാങ്ക്. അതെ, ഹെഡ്, ബ്ലോക്ക്, ക്രാങ്ക് ഓരോ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ടെന്ന് നമ്മൾ അഴിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ലിസ്റ്റ് എടുത്തിട്ട് പുതിയ പാർട്സ് ഓരോ സെക്ഷനിലേക്കാണ് നമ്മൾ പണം ഇറങ്ങി വന്നത്. കുറെ പറയാനുണ്ട്, ഇതിലേക്ക് വരാം. അതിന് മുമ്പ് ഇവിടുന്ന് വർക്ക് എടുത്ത എഞ്ചിൻ ഇതുപോലെ തന്നെ വന്ന എഞ്ചിനാണ്. നമ്മൾ ഫുൾ എഞ്ചിൻ പണിത് ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മുടെ എഞ്ചിനൊക്കെ വാറന്റി ഒക്കെ എങ്ങനെ കാര്യങ്ങൾ? നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ആണ് നമ്മൾ വാറന്റി കൊടുക്കുന്നത്. നമ്മൾ എല്ലാ എഞ്ചിനും എല്ലാ സാധനവും അത് നമ്മൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ഓയിൽ നോക്കി, വെള്ളം ഇല്ലാണ്ട് ഇപ്പൊ നമ്മൾ എഞ്ചിൻ ഇതേപോലെ ഇരിക്കുന്ന ഫുൾ എഞ്ചിൻ പണിത് കിട്ടും. അവിടെ കയറ്റി സ്റ്റാർട്ട് ചെയ്ത് ഫാം വർക്ക് ചെയ്യില്ലെങ്കിൽ എഞ്ചിൻ വീണ്ടും പോകും. അതൊരിക്കലും നമ്മുടെ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിന്റെ കംപ്ലൈന്റ് കൊണ്ട് അല്ലാതെ അത് ചെക്ക് ചെയ്ത് ഉപയോഗിക്കാന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. കസ്റ്റമറോട് പറഞ്ഞ് നമ്മൾ വിടും. അതിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഓടും. അതായത് നമ്മൾ പണിയണ മൂല്യത്തിനുള്ള വണ്ടി വർക്ക് ചെയ്ത് നമ്മൾ വണ്ടി ഓടും. അതെ. നമുക്ക് ഇവിടെ വർക്ക് വരുന്നത് കൂടുതലായിട്ട് നമുക്ക് കസ്റ്റമറുടെ വർക്കുകൾ കൂടുതലുണ്ട്, ഷോറൂമിലെ വർക്കുകളുണ്ട്. ഓരോ ഷോറൂം വർക്ക് ഉണ്ട്. ഷോറൂം വർക്ക് ചെയ്യുന്ന നമ്മൾ ഒരു മെഷീൻ വർക്ക് നമ്മളാണ്. എല്ലാ ബ്രാൻഡിന്റെയും ഷോറൂമിൽ എഞ്ചിന്റെ മെഷീൻ വർക്കൊക്കെ നമ്മൾ ചെയ്യണതാണ്. അവർ എഞ്ചിനായിട്ട് കൊണ്ടുവരും. അത് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ വർക്ക്ഷോപ്പുകളിൽ നിന്നുള്ള വർക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അതായത് എവിടെയുള്ള വർക്ക്ഷോപ്പുകാരായാലും അവർ എഞ്ചിൻ അയച്ചു കഴിഞ്ഞാൽ നമുക്കാണ് തന്നെ. ചിലപ്പോൾ വർക്ക്ഷോപ്പുകളിൽ നിന്ന് വണ്ടിയായിട്ട് വിടും. വർക്ക്ഷോപ്പിലും എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ല, നമ്മളാണ് ചെയ്യുന്നത്. അവർ എഞ്ചിൻ വർക്ക് എഞ്ചിൻ അയച്ചാൽ നമുക്ക് തരും. നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമറായിട്ട് വന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ മറ്റേ തന്നെയാണ് വർക്ക്ഷോപ്പുകളിൽ നിന്ന് വർക്ക്. എഞ്ചിൻ തന്നെ കൊണ്ടുവരുക. ഡെലിവറി ആയിരിക്കുന്നുണ്ട്. വേറെ വണ്ടി പുറത്തുണ്ട്, നമ്മുടെ യാർഡ് അപ്പുറം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്ക് കിടക്കുന്ന വണ്ടി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ എഞ്ചിൻ അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യാർഡിൽ അപ്പുറത്തെ യാർഡിലാണ് നമ്മൾ വണ്ടി ഇടുന്നത്. വണ്ടി മാറ്റുപോയിന് അതിന്റെ വർക്ക് ചെയ്ത് എഞ്ചിൻ സെറ്റ് ചെയ്യാറായെങ്കിൽ മാത്രം വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ എഞ്ചിൻ കയറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പാല സൈഡ് അതുപോലെ മൂന്നാർ തൊട്ട് കട്ടപ്പന സൈഡിൽ നിന്ന് എല്ലാം തന്നെയാണ് വർക്ക് തന്നെ. എറണാകുളം സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇതുപോലെ വേറെ അടുത്ത ഷോപ്പിലുണ്ട് അതുപോലെ എഞ്ചിൻ മാത്രം വർക്ക് ചെയ്യുന്ന? എറണാകുളം സൈഡുകളിലുണ്ട് എന്നുള്ളൂ. നമ്മള് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ രീതിയിൽ ഉള്ളതിൽ സ്റ്റാഫ് എണ്ണത്തിലും എല്ലാത്തിലും നമ്മളാണ് എണ്ണത്തിൽ കൂടുതലും. നമ്മുടെ ഇതിൽ നിന്ന് എൻക്വയറിയും വർക്കും നമ്മുടെ അടുത്ത് കൂടുതലുണ്ട്. അല്ലേ ആശാൻ? അതിൽ വേറെ സംശയമാണ്. നമ്മൾ വണ്ടിയും കൊണ്ടുവന്നു, അല്ലാണ്ട് എഞ്ചിൻ അയച്ചുകൊണ്ട് വന്നു.
ഇപ്പൊ ലേബറിൽ എത്ര രൂപ മാറ്റം കാണാം നമുക്ക്? ലേബറിലൊക്കെ ലേബറിന് വെച്ചാൽ മൊത്തത്തിൽ ഒരു 20 രൂപയൊക്കെ വ്യത്യാസം വരാം. ഇപ്പൊ ഇതൊരു 90 രൂപ തീർന്ന വണ്ടിയാണെങ്കിൽ നമ്മുടെ അടുത്ത് എഞ്ചിനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു 70 രൂപയായിരിക്കും വരുള്ളൂ. 70 രൂപ ലേബർ പ്ലസ് 20 വരുന്നതിൽ ലേബർ വരും, ഓയിൽ ഫിൽറ്റർ, റേഡിയേറ്റർ സാധനങ്ങളെല്ലാം വരും. അങ്ങനെയുള്ള എക്സ്ട്രാ ലേബർ മാത്രമല്ല കൂടുതൽ തന്നെ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലെയും എഞ്ചിനായിട്ട് വന്നാലും വണ്ടിയായിട്ട് വന്നാലും ഡിഫറൻറ്റ് ഒരു 20 രൂപ ആ റേഞ്ച് വരും. അത് നമുക്ക് സാധനങ്ങൾ മാറുന്ന അനുസരിച്ചാണ്. ചിലപ്പോൾ ഓസുകളെല്ലാം മാറണമെങ്കിൽ വ്യത്യാസം വരും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വ്യത്യാസം വരും. ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 20 രൂപയോളം നമുക്ക് എഞ്ചിനും വണ്ടിയായിട്ട് വന്നാൽ വ്യത്യാസം കാണിക്കാം. അതായത് ഇപ്പൊ ഒരു എഞ്ചിൻ മൗണ്ടിങ് പോയി, ഒരു പൈപ്പ് പോയി, അതെല്ലാം ആണെങ്കിൽ എക്സ്ട്രാ വരും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എക്സ്ട്രാ വരും. ഫിൽറ്റർ ഒക്കെ വേറെ വരുന്നതല്ലേ? അതെ അതെ. എഞ്ചിന് ഫിൽറ്റർ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫുൾ എഞ്ചിൻ പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ ഫിൽറ്റർ കൊടുക്കുന്നില്ല. അത് മെക്കാനിക്കാണ്. ഓയിൽ ഫിൽറ്റർ, റേഡിയേറ്റർ, ക്ലീനിങ്, കൂളന്റ്, അങ്ങനെയുള്ള എല്ലാം മെക്കാനിക്കാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ അകത്ത് പ്ലസ് ആണ് ഒരു എഞ്ചിൻ വർക്ക് ചെയ്ത് തീർന്നതിന്റെ ചാർജ്. ഇത് എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്. തീർത്തല്ലേ? തീർത്തായിരുന്നു. സർവീസ് ആയിട്ട് വന്ന വണ്ടിയാണ്. ഏതാ? സർവീസ് ആയിട്ട് വന്ന വണ്ടി. വർക്ക് കഴിഞ്ഞിട്ട് സർവീസിന് വണ്ടി. ഓക്കെ ഓക്കെ. ഈ പജീറോ ഒക്കെ നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നതാ. അതെ. ഇതിന്റെ എഞ്ചിൻ വർക്ക് ചെയ്യാൻ ശരിക്കും എത്ര രൂപയാവും? നിലവില് നമ്മള് നേരത്തെ ഒരു 5-6 മാസം മുമ്പ് വരെ നമുക്ക് ഒരു തീർന്നുകൊണ്ടിരുന്ന എഞ്ചിനുകളാണ്. ഫുൾ വർക്ക് എഞ്ചിൻ വർക്ക് നമുക്ക് ഒരിടത്ത് നമുക്ക് നോർമലി തീരാറുണ്ട് നമ്മുടെ അടുത്ത് എല്ലാം രീതിയിലും. പിന്നെ ഓരോ എഞ്ചിനും ഓരോ രീതിയിലാണ് നമ്മളത് തീർന്നത്. നിലവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിന്റെ അനുസരിച്ചാണ്. ചിലപ്പോൾ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ വണ്ടി ഓയിൽ ചിലവുള്ള വണ്ടി ഉണ്ടാവും. അതിനനുസരിച്ചാണ് ഡിപ്പെൻഡ്. എന്നാലും അപ്രോക്സിമേറ്റ് 1-10 ഇടയ്ക്ക് നമ്മുടെ അടുത്ത് എഞ്ചിൻ വർക്ക് എല്ലാം തീർന്നു പോകാറുണ്ട്. ഇപ്പോഴും തീരും. ഈ SFX-ഉം GLX സെയിം ആയിട്ട് തീരും. സ്പോർട്ടിലേക്ക് മാറ്റം വരും. സ്പോർട്ടിൽ വരുമ്പോൾ മാറ്റം വരും. എത്ര രൂപ മാറ്റം വരും സ്പോർട്ടിലേക്ക് വരുമ്പോൾ? സ്പോർട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു 30 രൂപ അടുത്ത് വ്യത്യാസം വരാറുണ്ട്. അതായത് ഇത് 1 രൂപ തരുമെങ്കിൽ സ്പോർട്ടിലേക്ക് 1.30 ആവും. 1.30. അപ്പൊ വേറെ കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഐസ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊരു സാധനം മാറണ വന്നില്ലെങ്കിൽ അതിന്റെ എമൗണ്ട് തീർച്ചയായും കുറവ്. കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല. രണ്ട് വണ്ടി ഒരേപോലെ അയച്ചാലും രണ്ട് എസ്റ്റിമേഷനിൽ രണ്ട് രീതിയിലായിരിക്കും വണ്ടി എപ്പോഴും തീരണത്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് കറക്റ്റ് റേറ്റ് പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ എഞ്ചിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഷോപ്പിൽ നിന്ന് പജൂറ എഞ്ചിൻ അഴിച്ചു കൊണ്ടുണ്ട്. എഞ്ചിൻ അഴിച്ചു കൊണ്ടുവന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല. അത് കസ്റ്റമർ ചോയ്സ്. നമ്മൾ കസ്റ്റമർ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിക്കുന്ന കുറെ കസ്റ്റമർ ഉണ്ട്. ദൂരെ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒരു വണ്ടിയായിട്ട് ഓടില്ലാത്ത ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അവർ എഞ്ചിൻ അഴിച്ചു കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്ത് നമ്മൾ കൊടുത്തുവിടും. ഈ വണ്ടിക്ക് എഞ്ചിൻ വർക്ക് എന്നെ മുടക്കാ? ഈ വണ്ടി അന്ന് ചെയ്തപ്പോ 1.4 1.30 അന്ന് നമ്മൾ ഹൈബ്രിഡ് ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്തത്. അതെ. അന്നേരം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ വണ്ടി ഓരോയിലും താഴെയാണ് ഈ വണ്ടി എഞ്ചിൻ വർക്ക് തീർന്നത്. 90 താഴെ തീരും. അത് വണ്ടിയുടെ കംപ്ലൈന്റും വണ്ടിയുടെ ഓടിയതിന്റെ അനുസരിച്ചിരിക്കും ഓരോ വണ്ടിയുടെ. വേറെ വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വണ്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് 3 സർവീസാണ് നമ്മൾ പറഞ്ഞത്. 3 സർവീസ് എന്ന് പറഞ്ഞാൽ 1500-2000 ഇടയ്ക്ക് നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വണ്ടി കൊണ്ടുവരണം. ഏത് എഞ്ചിൻ വണ്ടി ചെയ്താലും 1500 കിലോമീറ്റർ 2000 ഇടയ്ക്ക് നമ്മൾ ഫസ്റ്റ് സർവീസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറി നമ്മൾ ലേബർ കോസ്റ്റ് ഇല്ലാണ്ട് മെറ്റീരിയൽ പാർട്സ് എടുത്ത് നമ്മൾ ഓയിൽ സർവീസ് ചെയ്ത് വണ്ടി ലീക്ക് കാര്യങ്ങളുണ്ടോ നോക്കി വിടും. അടുത്ത 8000-ലാണ് നമ്മൾ അടുത്ത സർവീസ് ചെയ്യുന്നത്. നിലവിലിപ്പോൾ ഒരു പജീറോ ഉള്ളോ അതോ വേറെ ഉണ്ടോ? എഞ്ചിൻ വേറെ ഉണ്ടോ? വേറെ എഞ്ചിനുണ്ട്. അകത്ത് വണ്ടി എഞ്ചിൻ പണിതുകൊണ്ടിരിക്കുന്ന എഞ്ചിൻ കിടപ്പുണ്ടല്ലേ? ഉണ്ട്. ഇപ്പോൾ പജീറോ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പം ഒരു പജീറോ തരംഗ ആയതുകൊണ്ട് എല്ലായിടത്തും എൻക്വയറിയും വണ്ടിക്കും ഡിമാൻഡ് കൂടി കാരണം കൊണ്ട് വണ്ടി ഇഷ്ടംപോലെ എൻക്വയറി ഉണ്ട്. നമ്മളിവിടെ ഒരു മാസം എത്ര ഇഞ്ച് മണി കയറണ്ടേ ഏകദേശം പജീറോ ഒക്കെ ആണെങ്കിൽ? പജീറോ എങ്ങനെ വരും ഒരു 3-4 ഒരു മാസം ചെയ്യാറുണ്ടല്ലേ? അടുത്ത വണ്ടിയിലേക്ക് ഇത് മൊത്തം അടിച്ചിട്ടേക്കല്ലേ? അതെ അതെ. ഇത് ഒരു വെൻഡോ ഡീസലാണ്. 1.6 ആണ്. വണ്ടിക്ക് ഓവർ ഹീറ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. ഇതിന്റെ വാട്ടർ പമ്പിന്റെ ഇമ്പലർ കംപ്ലൈന്റ് ആയിട്ട് വണ്ടി ഓവർ ഹീറ്റ് ആയി. വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടിയാ അതോ പാർട്ടി കൊണ്ടുവന്ന വണ്ടിയാ? ഇത് പാർട്ടി കൊണ്ടുവന്ന വണ്ടിയാണ്. ഡയറക്റ്റ് പാർട്ടിയാണ്. അപ്പൊ അവർക്ക് നിലവിലെ വണ്ടി ഓവർ ഹീറ്റ് ആയിട്ട് ഗ്യാസ്കറ്റ് കാര്യങ്ങളെല്ലാം പോയായിരുന്നു. അപ്പൊ എഞ്ചിന്റെ പിസ്റ്റൺ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിസ്റ്റണൊക്കെ മാറി ബോർ ചെയ്ത് എഞ്ചിൻ വർക്ക് നമ്മൾ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് കാണാം. ഇതിന്റെ വർക്ക് തീരുമ്പോൾ ഏകദേശം എന്നാ മുടക്കാവും? ഇതിന്റെ നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ OE പാർട്സ് എടുക്കുകയാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ മേളിലേട്ടാണ് നമുക്ക് സാധാരണ രീതിയിൽ എക്സ്റ്റിമേഷൻ വരുള്ളൂ. OE പാർട്സ് കൺസെപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ നിർബന്ധമായിട്ട് നമ്മൾ ഇടേണ്ട കുറേ പാർട്സുകളുണ്ട്. സീലുകൾ എന്തായാലും OE ഇടേണ്ടി വരും. അങ്ങനെയുള്ള കുറേ പാർട്സുകൾ ഇതിനകത്ത് OE ഇട്ടാലാണ് ഈ വണ്ടിയുടെ പെർഫോമൻസ് വണ്ടിയിൽ കിട്ടുള്ളൂ. പക്ഷേ ഇമ്പോർട്ടഡ് പാർട്സ് കുറേ വണ്ടി ഇട്ടാലാണ് കസ്റ്റമറെ സംബന്ധിച്ച് റേറ്റ് കുറയ്ക്കുക. അതായത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവൻ അവർക്ക് ഓടുകയും ചെയ്യണം, പ്ലസ് റേറ്റും കുറഞ്ഞിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ എഞ്ചിൻ എപ്പോഴും നമ്മൾ ഏത് എഞ്ചിനായാലും നമ്മളത് കൈകാര്യം ചെയ്യുള്ളൂ. ഇത് പണിയുമ്പോഴേ സ്പെയർ ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ സ്പെയർ ശരിക്കും നേരത്തെ പോലെ ആണെങ്കിൽ ഒരു കടയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് എല്ലാ എഞ്ചിൻ പാർട്സും നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പം നിലവിൽ അത് കിട്ടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൾ കേരളയിൽ എവിടെയൊക്കെ കടകൾ എല്ലാവരും ടൈപ്പ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ഒരു എഞ്ചിൻ പാർട്സിൽ ചിലപ്പോൾ ഒരു പാർട്സ് ആയിരിക്കും കിട്ടുള്ളൂ. അത് ഒരു പാർട്സ് അവിടെ നിന്ന് എടുക്കും, വേറെ കടയിൽ നിന്ന് വേറൊരു പാർട്സ് എടുക്കും,
ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുത്തുന്നതാണെങ്കിൽ നമ്മൾ അങ്ങനെ വരുത്തും. അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് അങ്ങനെ പല സ്ഥലത്തുനിന്നും യോജിപ്പിച്ചിട്ടാണ് ഒരു എഞ്ചിൻ സെറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ വണ്ടിക്ക് ഡീസൽ അതെ എത്ര രൂപ മൊത്തം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും? ഈ വണ്ടിയുടെ കോസ്റ്റ് പറഞ്ഞേക്കണേ 90 രൂപ, 80 രൂപ, 85-90 രൂപ ഇടയ്ക്കാണ് ഈ വണ്ടിയുടെ കോസ്റ്റ്. അത്ര ആവുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വേറൊരു വണ്ടി 80 രൂപ തീരില്ലെന്ന് വെച്ചാൽ തീരില്ല. പക്ഷേ ഈ വണ്ടിയുടെ വർക്ക് 85-90 രൂപ തീരും. ഞങ്ങൾ എഞ്ചിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിൻ വന്നു, അതിൻ്റെ അകത്ത് എന്താണോ കംപ്ലൈൻറ്റ് അത് കംപ്ലൈൻറ്റ് മാറ്റി അതിൻ്റെ അകത്തു നിന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ സാധനങ്ങളും മാറാൻ നിന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എമൗണ്ട് കൂടിപ്പോവും, റേറ്റ് കൂടിപ്പോവും. ഇത് മാർക്കറ്റ് വില വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ മാർക്കറ്റ് വില അതിനേക്കാൾ മേളിൽ പോകും. അപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്യില്ലാരും. ശരിക്കും എഞ്ചിൻ വർക്കിന് എത്ര രൂപ മൊത്തം ചെയ്യാൻ എത്ര രൂപ? ഷോറൂമിൽ ഓയിൽ പാഷ 2-2.5 രൂപ മേളിലായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. 2 രൂപ താഴത്തേക്ക് നോക്കണ്ട. ഓയിൽ പാഷ അത് അങ്ങനെയും നമുക്ക് പണി അറിയാം. നമ്മൾ അതായത് ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിയുടെ റിയർ സീൽ എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് ഇമ്പോർട്ട് ഇട്ടാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അതേപോലത്തെ കംപ്ലൈൻറ്റ് ഒറിജിനൽ തന്നെ വേണ്ടവർക്ക് ഒറിജിനൽ തന്നെ ഇടണം. അതിൻ്റെ അകത്ത് സീൽ ഇമ്പോർട്ട് ഇട്ടാൽ തന്നെ ലീക്ക് ആയിരിക്കും. അത് ഞാനിപ്പോൾ എന്ത് ഒറിജിനാന്ന് പറഞ്ഞിട്ട് ഇതിട്ടാലും കുറച്ച് സമയം കഴിയുമ്പോൾ ലീക്ക് വരും. നമുക്ക് തന്നെ പണിയാം, നമ്മൾ തന്നെ ലീക്ക് വരും. അതൊന്നും ഈ ജർമ്മൻ വണ്ടികളിലൊന്നും അതൊന്നും നടക്കില്ല. കാര്യമായ കാര്യങ്ങളല്ല. മാറി പണിയേണ്ടോടത്ത് മാറി പണിയേണ്ടി വരും. കസ്റ്റമർ അതേപോലത്തെയാണ്, ഇതെല്ലാം മാറി വൃത്തിയായിട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ ഒറിജിനൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തീർച്ചയായും ചെയ്തിരിക്കും. അതേസമയം കസ്റ്റമറിന്റെ ഒരു വണ്ടി എടുക്കണവൻ്റെ ഇതിപ്പോൾ 1-2 രൂപയുടെ വണ്ടിയാണെങ്കിൽ അത് 2 രൂപ കൊടുത്ത് ആരും എഞ്ചിൻ വർക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ തയ്യാറാവില്ല. അതുകൊണ്ട് എൻ്റെ പേരിൽ നമ്മൾ കോസ്റ്റ് കുറച്ച് അവനെ ഓടിക്കാനുള്ള രീതിയിൽ കസ്റ്റമർ താല്പര്യം. അതെ, ഇത് ജെറ്റാണ്. അതെ, ഇത് കസ്റ്റമറിന്റെ കംപ്ലൈന്റ് ഭയങ്കര ബ്ലാക്ക് സ്മോക്ക് ആയിട്ട് വന്നേക്കുന്ന വണ്ടിയാണ്. അതെ, ലിപ്സ്റ്റിക്ക് റീകമ്പഷൻ കൂടുതലാന്നുള്ള രീതിയിലാണ് വണ്ടി വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഡൈനോസ് ചെയ്യാൻ ബാക്കി കാര്യങ്ങളായിട്ട് കയറ്റി വെച്ചതിനാണ്. EGR കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതെ അതെ അതെ. ഇത് EGR നമ്മൾ എന്നാ നമ്മുടെ അടുത്ത് കസ്റ്റമർ കൊണ്ടുതന്നെ എഞ്ചിൻ വർക്ക് ചെയ്യാനാണ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടിട്ടാണ്. പക്ഷെ ഞങ്ങൾ എഞ്ചിൻ വർക്ക് ആണെങ്കിൽ മാത്രമാണ് എഞ്ചിനിലേക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറുണ്ടോ ഡയറക്റ്റ് അത് അവർ 2-3 സ്ഥലത്ത് കാണിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വണ്ടി നമ്മൾ എഞ്ചിൻ വർക്കായിട്ട് തന്നെ ബാക്കി സർവീസ് നമ്മുടെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. നമ്മൾ സസ്പെൻഷൻ അങ്ങനെയുള്ള ഒരു വർക്കുകളും നമ്മൾ ഇവിടെ ചെയ്യാറില്ല. ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും നമ്മൾ എഞ്ചിൻ ഇറക്കണോ കയറ്റണോ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കും. ഇത് നമ്മുടെ രീതിയിൽ, അതായത് ഞങ്ങളുടെ രീതിയിൽ ഒരു 1.5 രൂപയോളം വർക്ക് വരും എഞ്ചിൻ വർക്ക് വന്ന. അതായത് ഇത് CC കൂടിയ എഞ്ചിനാണ്. അപ്പൊ അതായതുകൊണ്ട് ജസ്റ്റ് ആയതുകൊണ്ട് ഇച്ചിരി ഇതുണ്ടാവും, മറ്റേതിനേക്കാളും കൂടുതലായിരിക്കും. നമ്മൾ ആ എസ്റ്റിമേഷൻ പറയുമെങ്കിലും നമ്മൾ ഇറക്കി നോക്കി കഴിഞ്ഞാലാണ്. നമ്മുടെ അടുത്ത് ദൂരെ നിന്ന് വരുന്ന വണ്ടികളൊക്കെ എഞ്ചിൻ പണിയാൻ വരുന്ന വണ്ടികളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ സൈഡിൽ നിന്ന് ടവേര ഞങ്ങളെ കണ്ടിട്ട് വന്നു എഞ്ചിൻ പണിയാനായിട്ട്. വണ്ടി എഞ്ചിൻ കംപ്ലൈൻറ്റ് അല്ലായിരുന്നു വണ്ടി. അത് EGR കംപ്ലൈൻറ്റ് റെഡിയാക്കി നിസാര ഒരു 3000-4000 രൂപ ഉള്ളിൽ തീർന്നു. പുള്ളി 60 രൂപ ടവേരയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു 60 രൂപ 65 രൂപ അടുത്തേക്ക് എഞ്ചിൻ വർക്ക് വരും. അതൊരു 3000 രൂപ തീർത്ത് നമ്മൾ വിട്ടു. കസ്റ്റമർ അവിടെ നിന്ന് എഞ്ചിൻ പണിയാൻ കൊണ്ടുവന്നു. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വന്ന് ഡൈനോസ് ചെയ്ത് എന്താണ് കംപ്ലൈൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ എഞ്ചിൻ ചെയ്യുള്ളൂ, അല്ലാണ്ട് നമ്മൾ എഞ്ചിൻ തൊടില്ല. അപ്പോൾ അടുത്ത വണ്ടി ചെറിയ വണ്ടിയല്ലേ? അതെ, ഫിഗോ. ഫിഗോ ഇതും അതെ, കുറച്ച് പാടുള്ള വണ്ടിയാ. മെയിൻ്റെനൻസ് അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഓയി കിട്ടും, നമുക്ക് ഏതാനും രീതി ചെയ്യാം. ഇത് എഞ്ചിൻ വർക്ക്. ഇത് വണ്ടി ഓവർ ഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വണ്ടി. ഗ്യാസ്കറ്റ് കംപ്ലൈന്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. ഇത് മൊത്തം ഇറക്കണ്ട, നമുക്ക് നിർത്തി തന്നെ ചെയ്യാം. ഇത് എഞ്ചിൻ നമുക്ക് നിർത്തി, നമുക്ക് ഹെഡ് മാത്രം അഴിച്ചെടുത്തു. ഹെഡിന്റെ വർക്ക് നമ്മളകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏകദേശം 20 രൂപയോളം ആണ് ഹെഡ് വർക്കിന് തന്നെ. ഹെഡ് വർക്ക് മാത്രം, അതായത് ഓവർ ഹീറ്റ് കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. 20 രൂപ. ഇതിന്റെ ഈ വണ്ടിയുടെ കംപ്ലൈന്റ് വെച്ചിട്ട് റേഡിയേറ്റർ ഫാൻ കംപ്ലൈന്റ് ആയിട്ടാണ് ഈ എഞ്ചിനിലേക്ക് വരുന്നത്. എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല, ഫാൻ കംപ്ലൈന്റ് ആയി. അത് ചില വണ്ടികൾ ഇപ്പോൾ സ്വിഫ്റ്റിന്റെ ഒക്കെ ആയാലും നമ്മൾ വാണിംഗ് മീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ വണ്ടിയുടെ ഓവർ ഹീറ്റ് ഒറ്റയടിക്കായിരിക്കും കയറി പോകണം. ഇതിൻ്റെ അകത്ത് ശരിക്കും പറയത്തക്ക എഞ്ചിന്റെ എപ്പോഴും ഇതിന് റീകമ്പഷൻ എന്ന് പറയാനായിട്ട് സ്റ്റിക്കിക്കട ഇതിൻ്റെ അകത്ത് ഈ വണ്ടിയുടെ പുക ഗ്യാസ് പോലെ ഒരു പുക വരുന്ന വണ്ടിയാണ്. അതെ, ഇതിൽ വണ്ടിയിൽ വൈറ്റ് സ്മോക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ടുമാണ് ഏറ്റവും കൂടുതൽ. ഫിഗോയ്ക്ക് തന്നെ വൈറ്റ് സ്മോക്ക് ആണ് ഏറ്റവും കൂടുതൽ. ടർബോ കംപ്ലൈന്റ് ഏറ്റവും കൂടുതലുള്ള വണ്ടിയാണ്. അതിൽ ഏതെങ്കിലും സെക്കൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വണ്ടി എടുക്കാൻ നേരത്തെ പുക ബാക്കിൽ വൈറ്റ് സ്മോക്ക് വണ്ടി നിർബന്ധമായിട്ട് നോക്കി എടുക്കേണ്ട വണ്ടിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെയുള്ള ടൈം ബെൽറ്റ് ആണ്. ടൈം ബെൽറ്റ് കറക്റ്റ് ടൈമിൽ മാറണ്ടോ എന്ന് നോക്കുന്നത്. ഈ ടൈം ബെൽറ്റ് ഉള്ള വണ്ടിയാണ്. അത് മാറണ്ടോന്ന് നോക്കി നമ്മൾ ചെക്ക് ചെയ്ത് ഓടിച്ചാൽ വണ്ടിക്ക് വളരെ കംപ്ലൈൻറ്റ് കുറവുള്ള വണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എടുക്കുന്ന വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മേജർ സർവീസ് ചെയ്യാം. മേജർ സർവീസിൽ നമ്മൾ എന്ന് വെച്ചാൽ ഒരു 1 ലക്ഷം കഴിഞ്ഞിരിക്കുന്ന വണ്ടിയൊക്കെയാണ്, അതിൽ കുഴപ്പമില്ലാത്ത വണ്ടിയാണെങ്കിലും നമ്മൾ റേഡിയേറ്ററൊക്കെ ഒന്ന് അഴിച്ച് പൊട്ടിച്ച് ക്ലീൻ ചെയ്ത് വെക്കുക. അത് റേഡിയേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് വെക്കുക. തെർമോസ്റ്റാറ്റ് വാൽവ് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നോക്കുക. ടൈം ബെൽറ്റ് നോക്കുക. അങ്ങനെയുള്ള സർവീസുകളെല്ലാം
നോർമൽ സർവീസ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ചെയ്താൽ ആ വണ്ടിക്ക് അത്ര കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയല്ല. അല്ലേ അത്യാവശ്യം പിന്നെ ലൈഫ് കിട്ടും. ഏറ്റവും കൂടുതൽ വണ്ടി ഓവർ ഹീറ്റ് ആണ് ഈ വണ്ടി ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് വരുന്നല്ലേ. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന എഞ്ചിൻ വർക്ക് ഏത് വണ്ടിയുടെയാ? നമ്മുടെ അടുത്ത് എല്ലാ വണ്ടികളും ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ സ്വിഫ്റ്റിന്റെ പോലത്തെ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ. സ്വിഫ്റ്റ് വരുന്നുണ്ട്. അതായത് അത് ഈ സ്വിഫ്റ്റ് വണ്ടി എന്ന് പറയുമ്പോൾ എർട്ടിഗ, ബ്രസ അങ്ങനെയുള്ള എല്ലാ വണ്ടികളിലും, മാൻസ, ഡീസൽ വണ്ടികൾ എല്ലാം ഒരൊറ്റ കാറ്റഗറി എഞ്ചിൻ ആയതുകൊണ്ട് ആ എഞ്ചിൻ വളരെ കൂടുതലുണ്ട്. പിന്നെ എല്ലാ വണ്ടിയും ജർമ്മൻ വണ്ടി എല്ലാ സാധനങ്ങളും നമ്മൾ എഞ്ചിൻ പണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാരുതി എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്. അത് മിക്സഡ് ആണ്. നമ്മുടെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കിടക്കണ അത് ഹ്യുണ്ടായി ആണ്, ഇത് ഫോർഡാണ്, മാരുതി ഉണ്ട്. ഈ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാലേ ഈ ടൈമിംഗ് ബെൽറ്റ് വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ നമ്മൾ മാറണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഒരു 8 കൊല്ലം അല്ലെങ്കിൽ ഒരു 1 ലക്ഷത്തിന്റെ ഉള്ളിലാണ് നമ്മൾ, അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ ഒക്കെയാണ് നമ്മൾ സാധാരണ പറഞ്ഞത്. പക്ഷെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇച്ചിരി മുമ്പ് മാറിക്കളയുന്നതാണ് നമുക്ക് നല്ലത്. അതിന് മാത്രം കോസ്റ്റ് തന്നെയോ അല്ലെങ്കിൽ അതിന് മാത്രം ഭീമാകാരമായ ഒരു സംഭവം അല്ല അതൊന്നും. ഇതിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 രൂപ താഴെ ബെൽറ്റ് തീർന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വേറെ മാരുതി കിടപ്പില്ല, നമ്മളെ മാരുതി ബ്രസയൊക്കെ അതൊക്കെ നമുക്ക് ഒരു ടൈം ചെയ്യുന്ന 1 ലക്ഷം കിലോമീറ്ററിലാണ് സാധാരണ. 1 ലക്ഷം കിലോമീറ്റർ ആകുമ്പോഴത്തേന് നമുക്ക് ടൈം ചെയ്ത് മാറണം. അപ്പൊ എന്നാ കോസ്റ്റ്? ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായം കേട്ടോ, അതായത് 1 ലക്ഷം കഴിഞ്ഞാൽ ഒരു ജെനുവൻ ആയിട്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു സ്വിഫ്റ്റ്, ബ്രസ അല്ലെങ്കിൽ എർട്ടിഗ പോലെയുള്ള വണ്ടികൾ 1 ലക്ഷം കിലോമീറ്ററിൽ ഒരു മേജർ സർവീസ് ചെയ്യണമെന്നാണ് അഭിപ്രായം. അതായത് മേജർ സർവീസ് എന്ന് വെച്ചാൽ എഞ്ചിൻ താഴെ ഇറക്കി വെക്കുക, അത് കഴിഞ്ഞിട്ട് ടൈം ചെയിൻ കിറ്റ് മൊത്തം മാറിക്കളയാം, EGR ഫുൾ ക്ലീൻ ചെയ്യാം, ടർബോയുടെ കാതൽ കൺവെർട്ടർ വെച്ച് കെമിക്കൽ ഒഴിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക, മാറേണ്ട ഓസുകളെല്ലാം മാറുക, പ്ലസ് റേഡിയേറ്റർ പൊട്ടിച്ച് ക്ലീൻ ചെയ്ത് കൂളൻ്റ് ആക്കി വിടുക, കറക്റ്റ് ഓയിൽ സർവീസ് ചെയ്യാം. അന്നേരം മാറേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 1 ലക്ഷം കിലോമീറ്ററിലോട്ടുള്ള സർവീസായി. ഇത്രയും ചെയ്യണമെങ്കിൽ ഏകദേശം നിലവിലെ ഒരു സ്വിഫ്റ്റ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഏകദേശം എഞ്ചിൻ ഇറക്കി എടുത്ത് ടൈം ചെയിൻ കിറ്റ് മാറുമ്പോൾ ഒരു 35 രൂപയോളം വരാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ വണ്ടി. അതെ, ഇതും എഞ്ചിൻ വർക്കായിട്ട് വന്ന വണ്ടിയാണ്. ഇതൊരു ഓയിൽ ചെലവായിട്ട് വന്ന വണ്ടിയാണ്. ഇത് നമ്മൾ ഒത്തിരി വർക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഓയിൽ ചെലവ് മാത്രമായിട്ട് വന്ന വണ്ടിയാണ്. ഈ ഓയിൽ എത്താൻ കാരണം എന്തായിരിക്കും? എന്റെ റിങ്സ് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ പിസ്റ്റൺ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. പിസ്റ്റൺ മാറിയിട്ടില്ല, പിസ്റ്റൺ കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിങ്സ് മാറി, ബോർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല, ഹെഡ് വർക്ക് തീർത്തു. അങ്ങനെയുള്ള രീതി ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു 20 രൂപയൊക്കെ വലിയ പണി. ഇത് ഇല്ല, അപ്പോൾ നമ്മൾ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല.